ഏറ്റവും പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ആഹാരിക ഞെരുക്കങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. ആവശ്യപിതാവിനെ പോലെ ജീവിതത്തെ തണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നിയമിപ്പിച്ച ജോലികളെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പ്രതിബദ്ധതയോടെ അതിൽ സമർപ്പിതരാകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഞെരുക്കങ്ങൾ വിശ്വാസ ഞെരുക്കങ്ങളായി കണ്ടുകൊണ്ട് തന്നെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്യുന്നു. കർത്താവ് ഇന്ന് ഭവനങ്ങളിൽ തിരിച്ചു വരുന്നവർ, ഈ രാജ്യം വിട്ടുപോകുന്നവർ, നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിൽ തേടി പോകുന്നവർ, തൊഴിലിടങ്ങളിലേക്ക് പോകുന്നവർ, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ എല്ലാവരെയും തൊഴിലിനെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൊഴിലിനെ ലോകത്തെ സ്ഥാപനത്തിന് വേണ്ടി, പുരക്കമേഖലത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് പുനർനിർമ്മാണത്തിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ ചൈതന്യത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിറവേറ്റുവാൻ, നല്ല ഉത്തമ തൊഴിലാളിയായി ജീവിക്കുവാൻ, ചെയ്യുന്ന തൊഴിലിനെ ബുദ്ധിപരമാകാം, കായികമാകാം, മാനസികമാകാം, ശാസ്ത്രീയമാകാം, അഭിനയമാകാം, കഴിവുള്ള നൈപുണ്യമാകാം, എന്ത് തൊഴിൽ ചെയ്താലും ആ തൊഴിലിനെ ദൈവം തന്ന കഴിവാണ്. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ സൃഷ്ടികരണത്തെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഉപകരണമായി ദൈവം എന്നെ മാറ്റുന്ന സുവിശേഷ വേലയാണ് തൊഴിൽ കൈമാറ്റത്തോടെ നടക്കുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവത്തിൻ്റെ ആളായി നിന്നുകൊണ്ട് തൊഴിലിടങ്ങളിലെ സുവിശേഷ സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമേ. ആശുപിതാവ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെ ഞാൻ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവർക്ക് രോഗങ്ങൾ വന്നതിന് ശേഷം അവരെ സുഖപ്പെടുത്താൻ കഴിവില്ലാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വന്നുപോയി രോഗങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അങ്ങനെ എല്ലാവരെയും ഈ സമയത്ത് നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വന്തമായിട്ട് കഴിവ് നഷ്ടപ്പെട്ടു നിൻ്റെ കൃപ നൽകിക്കൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ സന്ധിക്കാനുള്ള കൃപയും നൽകണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളില്ലാത്തവരുണ്ട് കർത്താവെ, അവരെയും കർത്താവെ അങ്ങ് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അവർക്ക് അവരുടെ മനസ്സിന് അനുഭവിക്കുന്ന പീഡകൾ കർത്താവ് ഒരിക്കലും നീ മക്കളെ കൊടുക്കത്തില്ല എന്നാണെങ്കിൽ, അവർക്ക് കിട്ടാതെ ജീവിക്കണമെന്നാണെങ്കിൽ മക്കളില്ലാതിനെ മഹത്വപ്പെടുത്താനുള്ള മാനസികാവസ്ഥ കൊടുത്ത് ആന്തരികമായ അഭിഷേകം നൽകി അവരെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആവശ്യപ്പെടാതെ മാതാവുമായിട്ട് കർത്താവ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച കുടുംബപരമായ സംഘർഷാവസ്ഥകൾ അവിടെ ഉണ്ടാകുമ്പോഴും തന്നെ അവരുടെ നീതിയിൽ നിന്ന് വിട്ടുപോകാതെ നിന്ന് കർത്താവ് നീതിയിൽ നിന്ന് മാതാപിതാക്കന്മാർ വിട്ടുപോകാതെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും കർത്താവ് ഡൈവേഴ്സ് ഉണ്ടാവത്തില്ലെന്നറിയാം. ദൈവത്തിൻ്റെ സന്നിധിയിലെ സുവിശേഷത്തിനോടുള്ള വിശ്വസ്ത കാണിച്ചുകൊണ്ട് സ്വർഗ്ഗരാജ്യത്തിൽ നീതിയിൽ ജീവിക്കാൻ ദമ്പതികളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കളെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കളുടെ ജോലികളെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉന്നതമായ നാമത്തെ പഠനങ്ങളെ ആശ്രയിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉന്നതമായ നാമത്തെ പരീക്ഷകളെ ആശ്രയിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉന്നതമായ നാമത്തെ പ്രത്യേകമായ കൃപയിലും വേദനയിലും സംഘർഷങ്ങളിലും രോഗപീഠകളിലും മാനസികാവസ്ഥകളും ഉറക്കമില്ലായ്മയും പ്രഷറിനും ഷുഗറിലും ഒക്കെ ജീവിക്കുന്ന മക്കൾ ആന്തരിക അവയവങ്ങളെല്ലാം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണ പോലെ വൈതാക്രമ ദൈവികമായ സത്യമലേക്ക് ആവശ്യിക്കുകയും കർത്താവ് ഉച്ചമുള്ള കലവരെ കർത്താവ് രക്തം പരിസരിക്കുകയും ആന്തരികമായി അവരും ബാഹ്യമായും കർത്താവിൻ്റെ നാമത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കർത്താവ് സമാധാനം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നുണ്ടെങ്കിൽ തിരുകൃപ ലഭിച്ച സമാധാനത്തിൻ്റെ അവകാശികളെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം ഇന്ന് ഓരോ വിഷയം തുടങ്ങി വെക്കുന്നവരെ ആശീർവദിക്കണമേ. ഇന്ന് ഓരോ വിഷയം അവസാനിപ്പിക്കുന്നവരെ ആശീർവദിക്കണമേ. എല്ലാം ദൈവത്തെ അവസാനിപ്പിക്കുവാനും ഞങ്ങളുടെ സുവിശേഷത്തിൻ്റെ നീതി ഉപകരണങ്ങളുമാക്കി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്തവ്യമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം തിക്തമായ അനുഭവങ്ങളെ നിത്യപരമായ പരാജയങ്ങൾക്ക് വരുമ്പോൾ ദൈവത്തിൽ നകന്നു പോകാതെ പരിശുദ്ധ ആവശ്യപ്പെടാതെ നിന്നതുപോലെ ഞങ്ങൾക്ക് സഭയോടും കർത്താവ് വിശുദ്ധ ബലിപീഠത്തോടും കർത്താവ് അങ്ങയുടെ മനസ്സുകൊണ്ട് യോജിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സ്വർഗത്തിൻ്റെ മഹത്വം ഞങ്ങളെ ഉപകരണം സുഖത്തിൻ്റെ കൃപ ആർജിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഉപകരണമാക്കി സന്തോഷിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരെ പോലെ അടുത്ത സ്ഥലത്തേക്ക് കർത്താവിൻ്റെ സാക്ഷിയായി പോകാനുള്ള സുവിശേഷവിഹിതമായ കൃപയായി ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ആശ്രയിക്കണമേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാരകരോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ ഇന്ന് ഘട്ടങ്ങളിരിക്കുന്ന വ്യക്തികളാൽ യേശുവിൻ്റെ നാമത്തെ ആശ്വസിപ്പിക്കപ്പെടുകയും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എന്ത് തരത്തിലുള്ള വേദനയാണോ, എന്ത് തരത്തിലുള്ള അനുഗ്രഹമാണോ, എന്ത് തരത്തിലുള്ള ദൈവിക ഇടപെടലാണോ ഇന്ന് നിനക്ക് ആവശ്യമുള്ളത് അത് നൽകുന്നതിന് കൃപാസ്ഥാനത്താറെ ജീവനുടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മയും ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ആവശ്യപിതാവിൻ്റെ സാന്നിധ്യവും നിൻ്റെ ജീവിതത്തെ ധന്യമാക്കട്ടെ, നിൻ്റെ ജീവിതത്തെ ആശീർവദിക്കട്ടെ, നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കട്ടെ. നീ നല്ല ഊർജ്ജസ്വരയായ നാളെയും ഈ ഡെയിലി ബ്രെഡിലേക്ക് തിരിച്ചു വരാൻ ദൈവം നിൻ്റെ ഉറക്കം വരെ നിന്നെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, അശ്വപിതാവിൻ്റെ മാധ്യസ്ഥ എനിക്ക് ശരിക്കും കിട്ടിയിട്ടുള്ള ആളാണ്. എൻ്റെ ഉറക്കം മുറിയിൽ ഞാൻ അശ്വപിതാവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യണ കാര്യം, ഞാൻ എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് അശ്വപിതാവിൻ്റെ അടുത്ത് പോയി തൊട്ടുമുത്തു. ഞാൻ കിടക്കാൻ വേണ്ടി എൻ്റെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഞാൻ പകലങ്ങനെ കിടക്കത്തില്ല. കിടക്കണത് രാത്രി 10 മണി, എഴുന്നേൽക്കണത് 4 മണിക്ക് എഴുന്നേൽക്കും, അല്ലെങ്കിൽ 5 ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേക്കും. അപ്പോഴും അവശ്യപിതാവിൽ തൊട്ടുമുത്തും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവശ്യപിതാവിൽ തൊട്ട് മാധ്യസ്ഥ തുടങ്ങുന്ന ജീവിതം പിതാവിൽ അവസാനിക്കുകയാണ്. കാര്യം നമ്മൾക്ക് നല്ല മരണത്തിന് വേണ്ടി അവശ്യപിതാവിൽ തന്നെയാണല്ലോ നമ്മൾ മാധ്യസ്ഥമായിട്ട് വെച്ചിരിക്കുന്നത്. എനിക്കെപ്പോഴും അവശ്യപിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. എന്ന് വെച്ചാൽ അവശ്യപിതാവ് ബൈബിളിലൊരു വാക്കുണ്ടേ, ജോസഫിനെ അറിയാത്ത ഒരു അധികാരി വന്നെന്ന്. എന്നിട്ട് ജോസഫ് ജീവിച്ചില്ലേ? അതുപോലെ ഔസേപ്പിതാവ്. ബൈബിളിലെ ഏറ്റവും ഹൃദ്യമായൊരു വാക്കാണ്, ഹൃദ്യമല്ല, ഏറെ നമ്മുടെ ജീവിതാനുഭവമായിട്ട് ഇങ്ങനെ സമാന്തരമായിട്ട് പറഞ്ഞ വാക്കാണ്. പുറപ്പാട് 1:8. അങ്ങനെ ഇരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി അവന് ജോസഫിനെ കുറിച്ച് അറിവില്ലായിരുന്നു. ഔസേപ്പിതാവിന്റെ ജീവിതം കണ്ടു നോക്കിയാൽ മനസ്സിലാവും, ദൈവത്തിന് ഔസേപ്പിതാവിന് ഒരു അറിവില്ലെന്ന് തോന്നിപ്പോകും. ഔസേപ്പിനെ അറിയാത്ത അധികാരിയായിട്ട് ദൈവം നിൽക്കണമെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല സന്തോഷകരമായ അനുഭവങ്ങളുണ്ട്. മാതാവ് സന്തോഷം, കർത്താവിൻ്റെ സന്തോഷ ജീവിതം ഓശാന പാടി എതിരേറ്റൊക്കെ അമ്മ കണ്ടിട്ടുണ്ട്. ആ വഴികളിൽ ഒളിഞ്ഞും തെറിഞ്ഞും കർത്താവിൻ്റെ യാത്രയിൽ അമ്മ ഉണ്ടായിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതും മേരി മാഗ്ഡലിനൊക്കെ സുഗന്ധക്കൂട്ടൊക്കെ വെളുപ്പിനെ മുട്ടും തട്ടും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കൂട്ടിയെടുക്കണതൊക്കെ അമ്മ ഉറക്കത്തിൻ്റെ ഇടയിൽ കേൾക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അമ്മയുടെ ഉള്ളിൽ ചിരിയുണ്ടായിരുന്നു. കർത്താവ് ഉയർത്തുന്നതിൻ്റെ കാര്യം അമ്മയോടല്ലേ ആദ്യം പറഞ്ഞത്. ആ യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന് അമ്മയോടല്ലേ മംഗളവാർത്തയിൽ ആദ്യം പറഞ്ഞത്. അപ്പം അമ്മ അത് വിശ്വസിച്ചു എന്നല്ലേ ഉത്സവത്തിലൂടെ പരിശുദ്ധാത്മ പറഞ്ഞത്. കർത്താവിനെ ആലോചിച്ച കാര്യം നിറവേറുന്നു വിശ്വസിച്ചു നീ ഭാഗ്യവതി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ ഉയർത്തുന്നേപ്പ് അമ്മയെ സംബന്ധിച്ചിടത്തോളം മംഗളവാർത്ത തന്നെ സംഭവിച്ച കാര്യമാണ്. എനിക്ക് എപ്പോഴും ഈ സ്വപ്നത്തിൽ ഔഷധപ്രദാനം കൊടുത്ത സന്ദേശങ്ങൾ അതായത് വളരെ പരിമിതമാണ്. അതായത് എന്ത് കൊണ്ടാണെന്ന് പറയും, എന്തുകൊണ്ട് നീ ഈജിപ്തിലോട്ട് പോകണമെന്നോ എന്തുകൊണ്ട് നീ ഈജിപ്തിലോട്ട് തിരിച്ചു വരണമെന്നോ അതിൻ്റെ ദൈവിക ലക്ഷ്യം എന്താണെന്നോ ഒന്നും അമ്മയോട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ പോലെ ഔഷധപ്രദാനോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ മനുഷ്യൻ പരിശുദ്ധ അമ്മ എല്ലാം അറിയാവുന്ന പരിശുദ്ധ അമ്മയെപ്പോലെ ഒന്നും അറിയാത്തവനായിരുന്നിട്ട് പോലും അറിയാവുന്ന പോലെ ജീവിച്ചു എന്നുള്ള കാര്യമുണ്ടല്ലോ, ഒരു വല്ലാത്ത സംഭവമാണ്. അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ലോണം അറിയാമായിരുന്നു. പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞില്ലേ എലിസബത്തിലൂടെ, മേരി കർത്താവിനെ അളിച്ചത് കാര്യങ്ങളൊക്കെ വിശ്വസിച്ചില്ലേ, നീ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞില്ലേ. ചില സമയത്ത് നമുക്കൊരു അടയാളമില്ലാത്ത കാലം ഉണ്ടാകും. ഔഷധപിതാവിൻ്റെ ജീവിതത്തിൽ ഒരു അടയാളമില്ലാത്ത ജീവിതമാണ്. ഒന്നും കണ്ടില്ല. അമ്മ എല്ലാ അടയാളം കണ്ടു, ഔഷധപിതാവ് ഒരു അടയാളം കണ്ടില്ല, എന്നിട്ടും വിശ്വസിച്ചു. അതാണ് അദ്ദേഹം നീതിമായെന്ന് സ്വർഗം പറയണത്. കാര്യം അത് സ്വർഗരാജ്യത്തിൻ്റെ നീതിയാണ്. ഔഷധപിതാവ് ഫോളോ ചെയ്യണത് സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങളാണ്. നീതിയും സമാധാനവും എന്നൊക്കെ പറയും. റോമ 14:17. കാരണം ദൈവരാജ്യത്തിന്റെ മൂല്യം കണ്ടില്ലേ. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത അത് ലോകരാജ്യത്തിൻ്റെയാണ് ഭക്ഷണവും പാനീയവും വരണം. പ്രത്യുത നീതിയും സമാധാനവും. ദൈവ മനസ്സ് നിറവേറ്റുന്ന നീതിയുണ്ട്, ദൈവനീതിയാണ്. നീതിയും സമാധാനവും അത് നിറവേറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ദൈവത്തെ മഹത്വത്തിന് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണ്. അപ്പൊ ആ ദൈവരാജ്യം നമ്മൾ തന്നെയാണെന്ന് അർത്ഥം. ഈ ദൈവരാജ്യം നമ്മൾ തന്നെയാണെന്ന് ഈശോ പറയുന്നില്ലേ. അത് ദൈവരാജ്യം നമ്മൾ തന്നെ ആകുന്നതിൻ്റെ ആളുരൂപമാണ് ഈ ഔഷധപിതാവ് എന്ന് പറയുന്ന ആള്. എൻ്റെ മോഡലാണ്. ഈശോ ദൈവരാജ്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ എടുത്തില്ലേ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഔഷധപിതാവിനാണ് എടുത്തു പറയണത്, ദൈവരാജ്യത്തിൻ്റെ മോഡലായിട്ട്. ഇത് കണ്ട് നമുക്ക് വളരാം, ഇത് കണ്ട് ക്രിസ്തുവിനെ വളർത്താം, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാം. എൻ്റെ പേര് ഷിജു മാത്യു. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത മാട്രയിലെ സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ ഒരു അംഗമാണ്. ഇപ്പോൾ 1.5 വർഷമായിട്ട് കാനഡയിൽ കുടുംബസമേതം സ്ഥിരതാമസമാണ്. ഇന്ന് രാവിലെ കൊച്ചിയിൽ വന്നു, കാനഡയിൽ നിന്ന് വന്നു. നേരെ അമ്മയുടെ ഈ സന്നിധിയിലേക്ക് വന്നതിന് ശേഷം വീട്ടിലേക്ക് പോകാം എന്നുള്ള തീരുമാനത്തിലാണ് ഇവിടെ എത്തിയത്. എൻ്റെ അമ്മ എനിക്ക് തന്ന അത്ഭുതങ്ങളിൽ ഏറ്റവും ആദ്യം എനിക്ക് പറയുവാനുള്ളത്, ഞാനൊരു നേഴ്സാണ്. 19 വർഷം അബുദാബിയിൽ ജോലി ചെയ്തു. അതിനുശേഷം കാനഡയിലേക്ക് കുടിയേറി. അവിടെ എൻഗ്ലക്സ് എക്സാം എഴുതാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ മെയ് മാസം 4-ാം തീയതി 2024 മെയ് മാസം 4-ാം തീയതി ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് 2 മക്കളാണുള്ളത്. ഭാര്യയും നേഴ്സാണ്, അവളും ഞങ്ങളും ഒരുമിച്ചാണ് പരീക്ഷ എഴുതിയത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി കുമ്പസാരിക്കുകയും അതീവ ശ്രദ്ധയോടുകൂടി വീട് മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കി ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് മെഴുകുതിരികളൊക്കെ കത്തിച്ച് ഒരു ദേവാലയത്തിൻ്റെ അന്തരീക്ഷമുണ്ടാക്കി ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് മെയ് 30-ാം തീയതി ഞങ്ങൾ പരീക്ഷ എഴുതി. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അറിയാം, അവിടെയോട്ട് കയറിപ്പോവുക എന്നുള്ളത് നമുക്കറിയാം. ഭയങ്കര സെക്യൂരിറ്റി സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് പരീക്ഷയ്ക്ക് കയറ്റുന്നത്. അപ്പം പരീക്ഷയ്ക്ക് നമുക്ക് നമ്മുടെ മോതിരമോ വാച്ചോ ഒരു സാധനമോ അകത്തോട്ട് കയറ്റില്ല. ഞങ്ങളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു കാശുരൂപം ഞങ്ങളുടെ ബനിയനയിൽ ഞങ്ങൾ തയ്ച്ചു വെച്ചു. അമ്മയുടെ ഉപ്പ് ഞങ്ങളുടെ തലയിൽ ഞങ്ങൾ 2 പേരും ഇട്ടു. പരീക്ഷാ ഹാളിൽ കയറിയതിന് ശേഷം തലയിൽ നിന്ന് കുറച്ചെടുത്ത് ആ കമ്പ്യൂട്ടർ കീബോർഡിൽ ഞങ്ങൾ പ്രാർത്ഥനാപൂർവം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വെച്ചതിന് ശേഷം പരീക്ഷ എഴുതാൻ തുടങ്ങി. പരീക്ഷ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരീക്ഷയായിരുന്നു.
ചില ക്വസ്റ്റ്യൻസൊക്കെ നോക്കുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തു, ദൈവമേ ഞങ്ങൾക്ക് ഒരു മെറിറ്റും ഇല്ല, അമ്മയുടെ കാരുണ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് കണ്ണടച്ച് ചില സ്ഥലത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് 146-ാമത്തെ ക്വസ്റ്റ്യൻ എത്തിയപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ ഓഫായി. ഒന്നെങ്കിൽ ജയിക്കും അല്ലെങ്കിൽ തോക്കുമെന്നുള്ള രീതിയിൽ കമ്പ്യൂട്ടർ ഓഫായി. വൈഫിന് 148 വരെ എഴുതേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ദൈവവചനം എഴുതി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ദൈവവചനം 12 തവണ വെച്ച് എഴുതി. 12 ശിഷ്യന്മാരുടെ ഒരു ഓർമ്മ വന്നതുകൊണ്ട് 12 തവണ വെച്ച് എഴുതി പ്രാർത്ഥിച്ചിരുന്നു. പരീക്ഷയ്ക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 12. അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരു അടയാളം വേണം മാതാവേ. അവിടെ പരീക്ഷയ്ക്ക് ഞങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകളിൽ ഒരാളെങ്കിലും ഒന്നെങ്കിൽ നീല കുപ്പായം ഇടണം, ഇല്ലെങ്കിൽ അമ്മയുടെ കളറായിട്ടുള്ള ഈ സിൽവർ ഗ്രേയിൽ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചു. അവിടെ 3 പേരുള്ളതിൽ 2 പേര് നീല ഉടുപ്പിട്ടയാൾ, 3-ാമത്തെ ആൾ ഷർട്ടും ഗ്രേ പാൻസും ഗ്രേ കളറ്, 3 പേരും ഗ്രേ കളറുള്ള. അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള അടയാളം നൽകി സഞ്ചാരി മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ക്വിക്ക് റിസൾട്ട് എടുത്തു. പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യം വൈഫിൻ്റെ റിസൾട്ട് നോക്കി. അവൾ പാസ്സായി. എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ വൈഫിനെ വിളിച്ചു. അവൾ ഡ്യൂട്ടിയിലായിരുന്നു. കൊച്ചെ നീ പാസ്സായെന്ന് പറഞ്ഞു. അവൾ ചോദിച്ചു ഇച്ചായം പാസ്സായെന്ന്. ഞാൻ നോക്കിയില്ല, ഞാൻ തോറ്റാലും വേണ്ടില്ല, നീ പാസ്സാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു എൻ്റെ ആഗ്രഹം ഇച്ചായം പാസ്സാകണമെന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ നോക്കി, ഞാനും പാസ്സായി. ദൈവമാതാവ് ഞങ്ങൾക്ക് അന്നല്ല അതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾ വീടുകളിലേക്ക് വിളിക്കുകയാണ്. പരീക്ഷയുടെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് എൻ്റെ മുഖത്ത് ഒരു സന്തോഷമില്ല. അപ്പോൾ ചാച്ചനോ അമ്മയൊക്കെ ചോദിക്കുന്നു, എന്താ നീ ചുമ്മാ പറയുവാണോ, തോറ്റുപോയതാണോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഞങ്ങൾ പാസ്സായെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ 2015 മുതൽ ഞാൻ പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന ഒരു രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. അപ്പോൾ അതിനുശേഷം 2019, 2020, 2023 ഒക്കെ ഇങ്ങനെ അതിതീവ്രമായ വേദന വരും. ഇത് എന്താ കാരണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മദ്യപാനിയല്ല, അങ്ങനത്തെ യാതൊരുവിധ ദുശീലങ്ങളും ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിഭീകരമായ വേദന. സാധാരണഗതിയിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 25 മുതൽ 30 ദിവസം വരെ ആശുപത്രിയിലായിരിക്കും. 2 ആഴ്ച NPO എന്ന് പറയും, വയൽ കൂടെ ഒന്നും കഴിക്കാൻ പറ്റില്ല. IV ഫ്ലൂയിഡും ട്രീറ്റ്മെൻറ്റും മാത്രമായിരിക്കും. അതിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആ വേദന വീണ്ടും എനിക്ക് അന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് 2023 കാനഡയ്ക്ക് പോകാൻ ഞങ്ങൾ സെപ്റ്റംബർ 19-ാം തീയതിയാണ് കാനഡയിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കുടുംബസമേതം പോകാൻ വേണ്ടി എല്ലാം റെഡിയായിട്ട് നിന്നു. 13-ാം തീയതി ഞാൻ വീണ്ടും ഈ അസുഖം വന്ന്, സെപ്റ്റംബർ 13-ാം തീയതി അസുഖം വന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. എൻ്റെ പോക്ക് മുടങ്ങി. വൈഫും കുട്ടികളും കാനഡയിലേക്ക് പോയി, ഞാനിവിടെ അഡ്മിറ്റായി. അപ്പം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ആ വചനം എനിക്ക് മുമ്പേ ദൈവം എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വഴി ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്നെ കുറച്ച് താമസിപ്പിച്ചതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നമുക്കറിയാം കാനഡയിലെ ഹെൽത്ത് സിസ്റ്റമൊക്കെ ഒരുപാട് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു ഫാമിലി ഡോക്ടറെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PR ആയിട്ട് കഴിയുന്ന 5-6 വർഷമായിട്ട് പോലും ഉള്ളവർക്ക് ഫാമിലി ഡോക്ടർ ഇല്ലാത്തവരുണ്ട്. ഞാൻ അവിടെ ചെന്നു. 1 മാസം കൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു ഫാമിലി ഡോക്ടറിനെ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അപ്പോൾ അതിന് ഒരു വഴി ഒരുക്കാൻ വേണ്ടി മാതാവ് എൻ്റെ പോക്ക് കുറച്ച് താമസിപ്പിച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അന്ന് റിസൾട്ട് അന്ന് വീണ്ടും അഡ്മിറ്റാക്കി. അപ്പോൾ ഞാൻ ആശുപത്രിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ആശുപത്രിയിലേക്ക് പോകുമ്പം അമ്മ മാതാവിൻ്റെ ഒരു രൂപം എടുത്ത് വയറേൽ വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് ഒരു 2-3 മണിക്കൂറും കൊണ്ട് ഡോക്ടറെ കാണാൻ പറ്റി. അകത്ത് കയറി അഡ്മിറ്റാക്കി.
മാതാവ് വഴിയൊരുക്കുന്നത് പറഞ്ഞ പോലെ സാധാരണ 30 ദിവസം വരെ ആശുപത്രിയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ആ പ്രാവശ്യം 3-ാമത്തെ ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി. സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ ആശുപത്രിവാസത്തിൻ്റെ സമയം ചുരുക്കി തന്നു. അതിനുശേഷം 2 തവണ കൂടി കാനഡയിൽ വെച്ച് ഈ പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം വരികയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. അപ്പോഴെല്ലാം പ്രാർത്ഥനയുടെ ഫലം ഒന്നുകൊണ്ട് മാത്രം 3-ാമത്തെ ദിവസം എനിക്ക് ഡിസ്ചാർജ് ആയി. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസവും കൂടി അഡ്മിറ്റായി. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ നേർസാക്ഷ്യമായിട്ട് സാക്ഷ്യം പറയുവാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനും വേണ്ടി നേരെ ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം 3-ാമത്തെ ഞങ്ങളുടെ ഒരു സാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ ആറന്നായിട്ട് ജോലി ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 122 കിലോമീറ്റർ ഒരു സൈഡ് ട്രാവൽ ചെയ്തിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ മഞ്ഞുകാലത്ത് വണ്ടി ഓടിക്കുക വളരെ ദുഷ്കരമാണ്. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഉറങ്ങിപ്പോയി. 10-25 കൊല്ലമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ആദ്യമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എന്തോ ഒരു ഭയങ്കര സൗണ്ട് കേട്ടു, എന്തൊക്കെയോ ഒരു ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഒരു ഭാഗം മുഴുവൻ റോഡിൻ്റെ പുറത്താണുള്ളത്. പെട്ടെന്ന് മാതാവിയെന്ന് വിളിച്ച് ബ്രേക്ക് ചവിട്ടി എങ്ങനെയൊക്കെയോ നിന്നു. ഞാൻ ഈ ദൂരം മുഴുവൻ യാത്ര ചെയ്ത് പോകുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ ദിവസവും ജോസഫ് അച്ഛൻ്റെ പ്രസംഗവും ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് പോകുന്നത്. ആ ഒരു മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ നിമിഷത്തിൻ്റെ ഒരു തലനാരിഴയ്ക്ക് എനിക്ക് അന്നേരപ്പം ഉറക്കത്തിൽ നിന്ന് ഉണരുകയും ഞാൻ രക്ഷപ്പെടുകയും ചെയ്തത്. അതുപോലെ തന്നെ വേറൊരു സാക്ഷ്യം പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ 3 പേര് നേഴ്സുമാരാണ്. ഞാൻ, വൈഫിൻ്റെ നാത്തൂന്. ഞങ്ങളൊരു നിയോഗം വെച്ചിരുന്നത് ഞങ്ങൾക്ക് 3 പേർക്കും അവിടെ ഗവൺമെൻറ് സെക്ടറിൽ ജോലി കിട്ടണമെന്ന്. അതായത് 2024 ഡിസംബറിന് മുമ്പായിട്ട് ജോലി കിട്ടണമെന്ന്. അതിൽ ഒരാൾക്ക് നവംബർ മാസമായപ്പം കിട്ടി. എനിക്കും വൈഫിനും ഞങ്ങൾ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതിലാണ് അപേക്ഷിച്ചിരുന്നത്. അപ്പോൾ അതിന് കുറേ തടസ്സങ്ങൾ വന്നു. പ്രാർത്ഥനയും ഇതിനെല്ലാമായി ഞങ്ങൾ മെയ് മാസം എടുത്ത ഉടമ്പടി പിന്നെ പുതുക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഡിസംബർ മാസം 11-ാം തീയതി ഞാൻ ഉടമ്പടി ഓൺലൈനിൽ വീണ്ടും എടുത്തു. 12-ാം തീയതി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇമെയിൽ വന്നു, നിങ്ങൾക്ക് നമ്മളെ അവിടെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. മെഡിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് TB-ക്കുള്ള കയ്യിൽ ഇവിടെ കുത്തിവെക്കുന്ന ഈ പാട് ഇപ്പോഴും ഉണ്ട്. അത് പോസിറ്റീവായി. സാധാരണഗതിയിൽ അത് നേഴ്സുമാർക്ക് ഇങ്ങനെ ഫോൾസ് പോസിറ്റീവ് വരാൻ സാധ്യതയുണ്ടെന്നറിയാം. പക്ഷേ കാനഡയിലെ ആ ഒരു സ്ക്രീനിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെസ്റ്റ് എക്സ്റേ എടുത്ത് ക്ലിയർ ചെയ്തതിന് ശേഷമേ നമുക്ക് ആ ഒരു പ്രോസസ്സിങ് മുമ്പോട്ട് പോവുകയുള്ളൂ. എക്സ്റേക്ക് 1 മാസത്തിന് ശേഷമാണ് റിസൾട്ട് കിട്ടുന്നത്, അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അതിന് 3 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട് വരുള്ളൂ. ഏകദേശം 1 മാസത്തോളം 1.5 മാസത്തോളം ഡിലേ വരും. മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഞങ്ങൾ ഓൺലൈനിൽ വീണ്ടും ഉടമ്പടി പുതുക്കി. അതിനുശേഷം 1 ആഴ്ചയ്ക്ക് ശേഷം എനിക്കൊരു ഇമെയിൽ വരികയാണ്, യുവർ മെഡിക്കൽ ടെസ്റ്റ് ഈസ് ക്ലിയർഡ്. ഈ ചെസ്റ്റ് എക്സ്റേ പോലും എടുക്കുന്നതിന് മുമ്പ് എൻ്റെ സഞ്ചാരി മാതാവ് അവിടെ വന്ന് എൻ്റെ മെഡിക്കൽ ടെസ്റ്റ് ക്ലിയർ ആക്കി. എനിക്ക് അവിടെ നിന്നുള്ള എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞു, അപ്പോയിൻമെൻറ്റ് കിട്ടി. എനിക്ക് ഈ ഏപ്രിൽ 10-ാം തീയതി അവിടെ ഫെഡറൽ ഗവൺമെൻറ്റിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യണം. അതിനു മുമ്പായി അമ്മയെ കണ്ട് എൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പറയാൻ വേണ്ടി ഞാൻ ഓടി വന്നതാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ. ഇനിയും ഒരുപാടുണ്ട്. അത് അടുത്ത വർഷം ഞങ്ങൾ കുടുംബസമേതം ഇവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് പറയും എന്നുള്ള ഒരു വാഗ്ദാനം കൂടി പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നൽകുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പറയാം, ഞാൻ കാനഡയിൽ മോങ്ടൺ ഇടവകയിലാണുള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾ കാറ്റക്കിസം പിള്ളേർക്ക് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതുവരെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഞാനും അവിടെ പിള്ളേരെ കാറ്റക്കിസം പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ മാതാവിനെക്കുറിച്ച് നമ്മളോട് പരീക്ഷയെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ചോദിക്കുന്ന എല്ലാവരോടും നമ്മൾ പറയുന്നു, നിങ്ങൾ പഠിച്ചോ, പക്ഷേ മാതാവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അനുഭവം കൂടെ ഷെയർ ചെയ്ത് ഞങ്ങൾ പറയും, നിങ്ങൾ മാതാവിൽ വിശ്വസിച്ച് പരീക്ഷ എഴുതിക്കോ, എവിടെ പോയാലും സഞ്ചാരി മാതാവ് കൂടെ ഉണ്ടാവും, നമ്മളെ കാത്തുകൊള്ളും എന്ന് പറയുന്നു. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഇവിടെ കണ്ണൂരുള്ള ഒരു അനാഥാലയത്തിലേക്ക് ഞങ്ങൾ മാസം പൈസ കൊടുക്കുന്നു. അതുപോലെ തന്നെ കാനഡയിലെ ഫുഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് അവിടെ നേരിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റില്ല, ഫുഡ് ബാങ്ക് മുഖാന്തരമാണ് ചെയ്യുന്നത്. ആ ഫുഡ് ബാങ്കിലേക്ക് മാസം തോറും ഒരു നിശ്ചിത തുക ഞങ്ങൾ കൊടുക്കുന്നു.
പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ ഷോപ്പിംഗ് മാളുകളിൽ ഫുഡ് ബാങ്കിലേക്ക് കിറ്റ് ഡൊണേറ്റ് ചെയ്യാം. അതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ വരാൻ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. സങ്കീർത്തനങ്ങൾ 40:5. ദൈവമായ അവിടുന്ന് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ഷിജു മാത്യു എന്ന ഈ സഹോദരൻ തൻ്റെ ഓൺലൈൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. കാനഡയിൽ സ്ഥിരതാമസമായ ഈ മക്കൾ ഇവരുടെ എൻഗ്ലസ് എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അവരെ ഭാര്യയും ഭർത്താവും 2 പേരും നഴ്സുമാരായി ജോലി ചെയ്യുന്നു. 2 പേരും ഒരുപോലെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്തു. പരീക്ഷയുടെ ആ നിമിഷങ്ങളിൽ അവർ പറയുന്നുണ്ട്, ഏറെ ക്ലേശകരമായിരുന്നു പരീക്ഷ തുടങ്ങുന്ന ആദ്യത്തെ ചോദ്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ. എന്നാൽ വീണ്ടും പരിശുദ്ധ കൃപാസന മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും അമ്മ മാതാവ് സഹായിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ആ പരീക്ഷയുടെ പ്രോസസ്സിലെല്ലാം പങ്കുചേരുകയും ചെയ്യുമ്പോൾ യാതൊരു പ്രയാസവും തടസ്സവുമില്ലാതെ അമ്മ മാതാവിൻ്റെ ചാരനിറമുള്ള വസ്ത്രം ധരിച്ചവർ അവിടെ എല്ലാ കാര്യവും ചോദിക്കുവാനും പറയുവാനും ഒക്കെ കൂടെ ഉണ്ടാവുകയും അത് നല്ല രീതിയിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ വിജയിച്ചെടുക്കുവാൻ സാധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മകൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സാക്ഷ്യം മകൻ്റെ തന്നെ ഒരു രോഗാവസ്ഥയാണ്. പാൻക്രിയാസിൻ്റെ ഒരു രോഗാവസ്ഥ. അത് വന്നാൽ ഏതാണ്ട് 1 മാസത്തോളം ഭക്ഷണമൊന്നും കഴിക്കുവാനാവാതെ ഒരു ജനറ്റിക് പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ വളരെ ക്ലേശപൂർണമായ അവസ്ഥയിലൂടെ കടന്നു പോകുമായിരുന്നു. മകൻ ആ രോഗത്തിൻ്റെ കാഠിന്യം കുറച്ചു തരുവാനാണ് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. നമ്മളതിനെ ലൈറ്റ് വെയ്റ്റനിങ് എന്ന് അച്ഛൻ ഉടമ്പടി ഭാഷയിൽ പറയും. ആ രോഗത്തിൻ്റെ കാഠിന്യം കുറച്ചു തരുവാൻ വേണ്ടി മകൻ പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ നന്നായി ജീവിക്കുകയും ചെയ്തതിലൂടെ മകനെന്ന് പറയുന്നുണ്ട്, 30 ദിവസത്തോളം ആശുപത്രി വാസം ഉണ്ടായിരുന്നത് അമ്മ മാതാവ് ഇപ്പോൾ 3 ദിവസമായി കുറച്ചു തരികയും അതിൻ്റെ എല്ലാ ക്ലേശാവസ്ഥകളിൽ നിന്ന് മോചിപ്പിച്ച് സൗഖ്യവും സംരക്ഷണവുമുള്ള രീതിയിൽ ജീവിതത്തെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുന്നുവെന്ന്. എങ്ങനെ ഉടമ്പടി എടുത്തു എന്നതിനെക്കുറിച്ചും മക്കൾ പറയുന്നുണ്ട്. അത് വീട് മുഴുവനും എല്ലാവരും പോയി കുർബാന കൂടി കുമ്പസാരിച്ചു. വീട് മുഴുവനും ദീപം തെളിച്ചും ധൂപം കത്തിച്ചും അത് ഒരു ദൈവികമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് അമ്മ മാതാവിനെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചു. അങ്ങനെയാണ് കുടുംബം ഒരുമിച്ച് ഉടമ്പടിയിലേക്ക് ജീവിതം തുടങ്ങിയതെന്നും മകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിന്നീട് മകനുണ്ടായ ഒരു വാഹന അപകടത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 122 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു ഓരോ ദിവസവും വൺ സൈഡ്. അത്ര ദൂരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നല്ല തണുപ്പ് കാലത്ത് മകൻ്റെ വാഹനം അല്പമൊന്ന് ഉറങ്ങിപ്പോയതുകൊണ്ട് അത് ട്രാക്ക് മാറുകയും അതവിടെയുള്ള മഞ്ഞിലേക്ക് ഇടിച്ചു കയറി വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മകന് ഉണ്ടാക്കേണ്ടതായിരുന്നു. എന്നാൽ പരിശുദ്ധമ്മയുടെ എന്നും കാശുരൂപം കൂടെ കൊണ്ട് നടക്കുകയും അമ്മ മാതാവിൻ്റെ ധ്യാനവും ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും കേട്ടുകൊണ്ട് ദൈവനാമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രം ഓരോ യാത്രകളും ചെയ്തുകൊണ്ടിരുന്ന മകനെ അമ്മ മാതാവ് അപകടകരമായ അവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുകയും ഒരു ക്ലേശങ്ങളൊന്നുമില്ലാതെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചുവെന്ന് മകൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് മകൻ്റെ ഉള്ള ഫെഡറൽ ജോലിക്ക് വേണ്ടിയുള്ള പ്രോസസ് സമയമാണ്. ഫെഡറൽ ജോലിക്ക് വേണ്ടിയുള്ള പ്രോസസ്സ് ചെയ്യുമ്പോഴും മകൻ ആ സമയത്ത് TB അവർ പോസിറ്റീവ് എന്ന് പറഞ്ഞിരുന്നു. സ്വാഭാവികമായും അതിൻ്റെ പ്രോസസ്സ് അവിടെ വെച്ച് ബ്ലോക്കാകണം. എന്നാൽ മകൻ പറയുന്നുണ്ട്, എങ്ങനെയെന്നറിയില്ല, അതിൻ്റെ ഓരോ പേപ്പറുകളും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. എൻ്റെ ചെസ്റ്റ് എക്സ്റേ അവർക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കവർ ക്ലിയറൻസ് തരികയും എനിക്ക് ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് തരികയും അതിന് ശേഷമാണ് എൻ്റെ എക്സ്റേയും മറ്റു കാര്യങ്ങളുമെല്ലാം അവർക്കവിടെ ലഭിക്കുകയും ചെയ്തതെന്ന്. ഓരോ കാര്യത്തെയും മകൻ ആവർത്തിച്ച് അമ്മ മാതാവിൻ്റെ കൃപയുള്ള സംരക്ഷണത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒട്ടും സമയം നഷ്ടപ്പെടാതെ ജോലി കണ്ടെത്തുവാൻ സഹായിക്കുന്നു.
അപകടത്തിൽ നിന്നും സംരക്ഷിക്കുന്ന അമ്മ അപകടത്തിൽ അകപ്പെടുമ്പോൾ പരിക്കുകളേൽക്കാതെ അതിൻ്റെ ഗൗരവമൊന്നും വരാതെ അതിൽ നിന്ന് ഭാരം ലഘൂകരിച്ച് രക്ഷിക്കുന്നു. അതോടൊപ്പം അത് പരീക്ഷ കഠിനമായി തീരുമെന്ന് കരുതി പ്രയാസപ്പെട്ടിരുന്ന നാളുകളിൽ അസാധ്യമെന്ന് കരുതിയെങ്കിലും തങ്ങളുടെ കഴിവുകളിലല്ല ദൈവകൃപയിൽ രണ്ടുപേരും ഭാര്യയും ഭർത്താവും പരീക്ഷ വിജയിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളെയും അമ്മ മാതാവ് ഒരുക്കി കൊടുക്കുന്നു. ശാരീരികമായി തൻ്റെ ആരോഗ്യം ഫിറ്റല്ലാതിരുന്ന കാലത്ത് കൂടിയും അമ്മ മാതാവ് സവിശേഷമാവിധം തനിക്ക് ലഭിക്കേണ്ട ഒരു ജോലി നഷ്ടപ്പെടാതെ സംരക്ഷിക്കുവാൻ പ്രത്യേക തരത്തിൽ ഇടപെടുകയും അത് അമ്മയുടെ വസ്ത്രം ധരിച്ചവർ അവിടെ ദൂതരായി എത്തി അപകടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ക്ലേശകരമായി ഉണ്ടാകാമായിരുന്ന തീരുമാനങ്ങളിൽ നിന്ന് മകനെ രക്ഷിച്ചുവെന്ന് ഈ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിൽ അനുഭവമാവുന്നുണ്ട്. ദൈവം ഇടപെടുന്ന അത്ഭുതകരമായ വഴികളെ അസാധ്യമെന്ന് നാം കരുതുന്ന ഇടങ്ങളിൽ പോലും ദൈവം അനായാസമായി നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുന്നതിനെയാണ് ഓരോ ഉടമ്പടി സാക്ഷ്യവും ലോകത്തോട് വിളിച്ചു പറയുക. സുവിശേഷമാകുവാൻ വേണ്ടി നാം തീരുമാനിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്നും നല്ല വാർത്തകൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുന്നുവെന്ന രോഗാവസ്ഥയിലാണ് മകനെങ്കിലും രോഗത്തിൻ്റെ ദൈന്യതയെക്കുറിച്ചല്ല, രോഗത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ് സന്തോഷിക്കുന്നത്. നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഈ കുടുംബത്തിന് മകന് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.